കേരളത്തിൽ ഇനിയൊരു ജില്ല കൂടി രൂപപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. തിരുവനന്തപുരം ജില്ല വിഭജിച്ചുകൊണ്ട് നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ജില്ല വേണമെന്നുള്ളൊരു ആവശ്യവുമായി നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമിതി എന്നൊരു സംഘടന മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം നൽകിയിരിക്കുകയാണ്. ഈ ആവശ്യത്തോട് സർക്കാർ അനുകൂലമായി പ്രതികരിച്ചു എന്നാണ് ഈ സംഘടന അവകാശപ്പെടുന്നത്. ഈ വിഷയത്തെക്കുറിച്ചാണ്. സംസ്ഥാനത്തൊരു ജില്ല പുതുതായി രൂപീകരിക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിളല്ല. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ മലപ്പുറം ജില്ല തന്നെ നമ്മുടെ മുന്നിലുണ്ട്. എത്രയോ നാളുകളായി ആ ജില്ല വിഭജിക്കണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ പല ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മുമ്പിലേക്ക് ഒരു നിവേദനം കൊടുക്കുമ്പോൾ നോക്കാം, പരിഗണിക്കാം എന്നുള്ളൊരു സ്വാഭാവികമായി മറുപടി കിട്ടുമല്ലോ. അതിൽ നിന്നാണോ ഈ സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയെന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്? അത്ര അങ്ങനെ വിചാരിക്കാൻ നിവൃത്തിയുള്ളൂ. അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരം ജില്ല വിഭജിക്കുക എന്നുള്ള സമീപകാലത്ത് നമ്മൾ അങ്ങനെ സജീവമായി കേട്ട ഒരു ആവശ്യം പോലും അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് മലപ്പുറത്ത് വന്നപ്പോൾ രാവിലത്തെ പ്രഭാത സദസ്സിൽ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം തിരൂരിലെ വിദ്യാഭ്യാസ ജില്ല വിഭജിക്കണം, മലപ്പുറം ജില്ല വിഭജിക്കണം, കാരണം വികസനം എത്തി നോക്കുന്നില്ല എന്ന് മാത്രമല്ല സർക്കാരിൻ്റെ പ്രോജക്റ്റുകൾ വെടിപ്പായി നടത്താൻ പറ്റുന്നില്ല എന്ന ആവശ്യം ഉയർന്നു വരികയും അവിടെ വെച്ച് തന്നെ മുഖ്യമന്ത്രി ഇത് രണ്ടും വിദ്യാഭ്യാസ ജില്ലയുടെ വിഭജനവും ഒപ്പം മലപ്പുറം ജില്ലയുടെ വിഭജനവും അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് നമുക്കിപ്പോൾ അങ്ങോട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഒരു ഫയലല്ല എന്ന് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ മുഖ്യമന്ത്രി തിരുവനന്തപുരം ജില്ല വിഭജിച്ച് നെയ്യാറ്റിൻകര ജില്ല ഉണ്ടാക്കണമെന്ന് ആവശ്യമായി ചെന്ന് കാണുമ്പോൾ ഒരു മെമ്മോറാണ്ടം ആയിട്ട് ചെല്ലുമ്പോൾ ശരി നമുക്കത് ആലോചിച്ചുകളെ അടുത്ത ക്യാബിനറ്റിൽ എന്ന് പറയുമെന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല, നോക്കാം എന്ന് പറഞ്ഞു കാണും. അതുകൊണ്ട് അവർ പുറത്തു വന്ന് പറഞ്ഞു അവർക്ക് ആ നിലയ്ക്കൊരു വാർത്താ പ്രാധാന്യം കിട്ടിയതിനപ്പുറത്തേക്ക് എനിക്ക് അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് പോലും തോന്നുന്നില്ല. അത് മാത്രമല്ലല്ലോ, മൂവാറ്റുപുഴ ജില്ല ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് ഒരു വശത്ത് കിടക്കുന്നുണ്ട്. കഴിഞ്ഞതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പാണെന്ന് എനിക്ക് തോന്നുന്നത് ജോസഫ് വാഴയ്ക്ക് ഞങ്ങളുടെ സർക്കാർ വന്നാൽ മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കാൻ ആവശ്യമായ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൂവാറ്റുപുഴ ജില്ല ഇടുക്കിയിലെ ഭാഗങ്ങളൊക്കെ വിഭജിച്ച് എറണാകുളം വിഭജിച്ചുണ്ടാക്കണമെന്ന ആവശ്യം അവിടെ സജീവമായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നിലവിൽ പരിഗണിക്കാൻ പോകുന്ന ഒന്നല്ല. എനിക്ക് തോന്നുന്നു കാസർഗോഡ് അവസാനം ഉണ്ടാക്കിയത് 1984 85 അപ്പോൾ അതിനുശേഷം ഒരു ജില്ലാ രൂപീകരണ ആലോചന സർക്കാരിൻ്റെ മുമ്പിൽ സജീവമായി ഉണ്ടെന്ന് തോന്നില്ല. പക്ഷേ അങ്ങനെ ഉന്നയിക്കുന്നതിന് കുറേ റീസണബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ മലപ്പുറത്തിൻ്റെ കാര്യം കുറച്ചൊരു വാലിഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മലപ്പുറം വലിയ ജില്ലയാണ്, പോപ്പുലേഷൻ ഭയങ്കരമാണ്. അപ്പം ജില്ല ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ 10-15 ലക്ഷം ഉണ്ടായ പോപ്പുലേഷൻ ഇപ്പം 45 സംതിങ് ആയി, 45 ലക്ഷം. മൊത്തം 50 ലക്ഷത്തോളം ഉണ്ടെന്നാണ് മലപ്പുറം ജില്ലക്കാർ വരുന്നത്, പ്രവാസികളെല്ലാം കൂടെ കൂട്ടി. അതേസമയം അവരുടെ തൊട്ടടുത്തുള്ള ജില്ലകളിലൊന്നായ വയനാട്ടിൽ ഏതാണ്ട് 10 ലക്ഷത്തിൽ താഴെ പോപ്പുലേഷനേ ഉള്ളൂ. അപ്പോൾ രണ്ട് ജില്ലയും ഒരുപോലെ പരിഗണിക്കപ്പെടുന്നു എല്ലാ കാര്യത്തിലും. അപ്പോൾ രണ്ടിൻ്റെ നീഡ്സ് ഒരുപോലെ അല്ലല്ലോ. എന്നാൽ അലോക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഭരണപരമായി കൊടുക്കുന്ന അഡ്മിനിസ്ട്രേഷൻ്റെ മറ്റ് സംഗതികളെല്ലാം ഒരുപോലെയാണ്. ലൊക്കേഷൻ ഞാൻ പറഞ്ഞ സൗകര്യങ്ങൾ കൊടുക്കുന്നതിൽ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടത്ര ഇത് കിട്ടുന്നില്ല. ഇപ്പോൾ തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സൗകര്യങ്ങളുടെ പേര് പോലുള്ള നിരന്തരമായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലൊരു ജില്ല വിഭജിക്കണമെന്ന് ആവശ്യം വരാണ് എനിക്ക് തോന്നുന്നു മലപ്പുറമായിരിക്കും പക്ഷേ ഏറ്റവും. ഇപ്പോൾ മുസ്ലിം ലീഗ് അത് ഉന്നയിച്ചിട്ടുണ്ട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ പോലുള്ള മതസംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ കുറേ അധികം ആളുകൾ ഒരേ സ്വരത്തിൽ മലപ്പുറം ജില്ലാ വിഭജനമെന്ന ആവശ്യം പല ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവർ സജീവമായിട്ട് അതിനുവേണ്ടി ഇറങ്ങിയിട്ടില്ലെങ്കിൽ കൂടി. അതുകൊണ്ട് വിഭജനാശയം വിഭജിക്കുക, രണ്ടാക്കുക എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഗുണങ്ങൾ അതിനുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ ഒരുപാട് പുതിയ ജില്ലകൾ രൂപീകരിക്കുകയും അതിൻ്റേതായ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും രാജ്യത്ത് പലയിടത്തും പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ പുതിയ ജില്ലകൾ ഉണ്ടാക്കുക, അത് അഡ്മിനിസ്ട്രേഷന് ഗുണം ചെയ്യുക മാത്രമല്ല കേന്ദ്ര ഫണ്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അടക്കം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് ജില്ല ഉണ്ടാക്കുക, പുതിയൊരു ജില്ല ആവശ്യത്തിനൊപ്പിച്ച് ഉണ്ടാക്കുക എന്നുള്ളൊരു മഹാപാതകമോ അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാനേ കഴിയാത്തൊരു കാര്യമൊന്നുമല്ല. പക്ഷേ തിരുവനന്തപുരം ആ ഒരു ബാറ്റ്ലീന് ഡെഡ് അവസ്ഥയിലാണെന്നും എനിക്ക് തോന്നുന്നില്ല. അത് സർക്കാർ ഒരു ഭംഗിവാക്ക് പറഞ്ഞതാവും, അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നതിന് സാധ്യത കാണുന്നില്ല. ഇപ്പോൾ ഈ പുതിയ ജില്ല വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാകാം? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജില്ല വേണമെന്ന് അവർ ആവശ്യപ്പെടാൻ തോന്നിയതിൻ്റെ അടിസ്ഥാന കാരണം? തിരുവനന്തപുരത്ത് മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമ്മൾ തിരുവനന്തപുരം സിറ്റിയിലെ കാണാം. തിരുവനന്തപുരത്തിൻ്റെ കുറച്ചുകൂടി തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ അണ്ടർ ഡെവലപ്ഡ് ആണ്, പ്രത്യേകിച്ചും തമിഴ്നാടിനോട് ചേർന്ന് കിടന്ന പ്രദേശങ്ങൾ മുഴുവൻ. അപ്പോൾ തീർച്ചയായിട്ടും ജനസംഖ്യാപരമായി 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല എന്ന തരത്തിൽ തിരുവനന്തപുരം വിഭജിക്കണം എന്നൊരാവശ്യം അവർക്ക് ഉന്നയിക്കുന്നതിന് എന്താ പ്രശ്നം? അങ്ങനെ ആവശ്യം ഉന്നയിക്കപ്പെടാവുന്നതാണ്. അവിടെ മാത്രമല്ല ഒരുപാട് ജില്ലകൾ വിഭജിക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞൊരു പുതിയ സംസ്ഥാന രൂപം കൊണ്ട് തെലങ്കാന ആന്ധ്ര വിഭജനത്തിന് ശേഷം. അപ്പോൾ വിഭജനത്തിന് ശേഷം ആന്ധ്രയിലാകെയുള്ള 13 ജില്ല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ കഴിഞ്ഞ വർഷം അത് ഡബിളാക്കി 26 ജില്ലയാക്കി. അത് എല്ലാ ജില്ലകളും വിഭജിച്ച് 26 ജില്ലയാക്കി. ഇപ്പോൾ ആന്ധ്രയുടെ ഒരു ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 4.5 കോടി ജനസംഖ്യയാണ്. 4.5 കോടി ജനസംഖ്യയുള്ള ആന്ധ്രയിൽ 26 ജില്ലയുണ്ട്.
രാജസ്ഥാനിൽ 19 ജില്ല കൂടി കഴിഞ്ഞ ഈ ഗെഹ്ലോട്ട് സർക്കാർ കൊണ്ടുവന്നു. അവിടെ മൊത്തം 50 ജില്ലയുണ്ട്. അവിടെ 8 കോടി ജനങ്ങളുണ്ട്, 50 ജില്ലയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു അപ്രോക്സിമേറ്റ് ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 3.5 കോടിയാണ്. ഈ 3.5 കോടി ജനങ്ങൾക്ക് 14 ജില്ലയേ ഉള്ളൂ. അത് കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം. ജനസംഖ്യാനുപാതികമായിട്ടാണല്ലോ ഈ അഡ്മിനിസ്ട്രേഷൻ വരേണ്ടത്. ഇപ്പോൾ ഭൂപ്രകൃതി അനുസരിച്ചല്ല, ഒരുപാട് ഇപ്പോൾ ഭൂപ്രകൃതി അനുസരിച്ചാണ് ഈ പാലക്കാട് ജില്ലയൊക്കെ എപ്പോഴേ യോജിക്കേണ്ടതാണ്. പാലക്കാട് ജില്ലയുടെ കിടപ്പൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ഒരു ബോർഡർ കിടക്കുന്നത് മൂന്നാറിലാണ്. ഏത് പറമ്പിക്കുളം ഭാഗത്തിൻ്റെ ബോർഡർ വനാതിർത്തി കിടക്കുന്നത് മൂന്നാർ സൈഡിലേക്കാണ്. ഒരതിർത്തി നെല്ലിയാമ്പതി ഭാഗം കിടക്കുന്നത് തൃശ്ശൂർ ജില്ലയുടെ ബോർഡറിലാണ്. മണ്ണാർക്കാട് ഭാഗം കിടക്കുന്നത് മലപ്പുറം ജില്ലയുടെ ബോർഡറിലാണ്. അട്ടപ്പാടിയുടെ അറ്റം കിടക്കുന്നത് ഊട്ടിക്കും വയനാടിനും ഇടയ്ക്കാണ്. ഇങ്ങനൊരു ജില്ല നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? പാലക്കാട് ജില്ലയുടെ ബോർഡറിനെ പറ്റി ഞാൻ പറയാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജില്ല സംഘടിപ്പിക്കാൻ പറ്റും? അതായത് അട്ടപ്പാടിയിൽ നിന്ന് ഒരാൾ നെല്ലിയാമ്പതിയിൽ എത്തണമെങ്കിൽ രാവിലെ പുറപ്പെട്ട വൈകുന്നേരമാവും. ഒരു ജില്ലയുടെ ഒരറ്റത്ത് നിന്ന് മറ്റൊരു എത്ര കാര്യം ഞാൻ പറയുന്നത്. ഒരു വശം തമിഴ്നാട് കിടക്കുന്നു പാലക്കാട്. അപ്പോൾ പാലക്കാടൊക്കെ അങ്ങനെ ഭൂമിശാസ്ത്രമായിട്ട് എന്നേ വിഭജിക്കേണ്ടതാണ്. കാരണം അവിടെ എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ സാധ്യമാവുക? ഇപ്പോൾ അവിടുത്തെ പാലക്കാട് ജില്ലാ കളക്ടർക്ക് അവിടുത്തെ ഒരു സ്ഥലത്ത് ഒരറ്റത്ത് നിൽക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഒരു അർജൻറ്റ് വന്നു, അദ്ദേഹത്തിന് എത്തിപ്പെടാൻ കഴിയില്ല. അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അമ്മാതിരി ജിയോഗ്രഫിയാണ് പാലക്കാട്. എപ്പോഴേ വിഭജിക്കേണ്ടതാണ്. മലപ്പുറം മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണം. മലപ്പുറമാണ് ഏറ്റവും പ്രശ്നമുള്ള ഉദാഹരണം. വെച്ചാൽ അങ്ങനെ ഭൂവിസ്തൃതി ഇല്ലാതാനും 14 ലക്ഷം ജനസംഖ്യയുണ്ട്. ഇത്രയും ജനസംഖ്യയുള്ള ഒരു ജില്ല വേറെ ഇല്ല. ഇപ്പോൾ 2ാം സ്ഥാനത്തുള്ള തിരുവനന്തപുരത്തിന് പോലും ഇത്രയും ജനസംഖ്യ ഇല്ല. ഇത് ഈ പറയുന്ന മലപ്പുറം, അത് കഴിഞ്ഞ് തിരുവനന്തപുരം, ഇനി എറണാകുളം ജില്ലയിലും വലിയ ജനസംഖ്യയുള്ള ജില്ലയാണ്. അപ്പോൾ ഈ എറണാകുളം ജില്ല ഇങ്ങനെ 3ാം സ്ഥാനത്തുള്ളതുകൊണ്ടാണ് ഈ മൂവാറ്റുപുഴ ജില്ല എന്നൊരു ബാബു പോൾ കമ്മീഷനാണ് അവർ ശുപാർശ വെച്ചത്. അപ്പോൾ എറണാകുളം ജില്ല വിഭജിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ല വിഭജിച്ച് ആ ജില്ലയ്ക്ക് മാത്രമായിട്ട് നൽകാൻ കഴിയില്ല. അപ്പോൾ ഇടുക്കിയിൽ നിന്ന് കുറച്ചുകൂടി ഭാഗം എടുക്കാം. പക്ഷേ ഇടുക്കി ജില്ലയിൽ ജനസംഖ്യ വളരെ കുറവാണ്. അപ്പോൾ ജനസംഖ്യാ വളർച്ചയും കുറവുള്ള ഒരു ജില്ലയാണ് ഇടുക്കിയില്ല. അപ്പം അത് ഫീസിബിൾ അല്ല, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിർബന്ധമായിട്ടും വിഭജിക്കേണ്ട ജില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒന്ന് പാലക്കാട്, ഒന്ന് മലപ്പുറം, മറ്റൊന്ന് കോഴിക്കോട്. കോഴിക്കോടിൻ്റെ വടകര എന്ന് പറയുന്ന ഏരിയയാണ്. വടകര, നാദാപുരം, കുറ്റ്യാടി ആ പറയുന്ന ഏരിയ അത് ഭൂമിശാസ്ത്രപരവും സാംസ്കാരികമായും ഒക്കെ വ്യത്യസ്തമായ ഒരു ഏരിയയാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് വേണമെങ്കിൽ അവിടെ വടകരയിലൊരു ജില്ല ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ജില്ലാ വിഭജനം എന്ന് പറയുന്നത് ഭരണപരമായ എളുപ്പത്തിന് വേണ്ടിയാണ് സാധാരണയായി പറയാറുള്ളതെങ്കിലും അത് നടപ്പാക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾ മുന്നിൽ വെച്ചാണ്. അതെവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിന് കാരണം വെച്ചാൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ല രൂപീകരിച്ചു, 1982 രൂപീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ വളരെ ജനസംഖ്യ കുറവാണ്. കൊല്ലം ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും ചില ഭാഗങ്ങൾ വിഭജിച്ചാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ആ ജില്ല രൂപീകരിച്ചത് അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ സ്ഥിരം ജയിക്കുന്ന ഒരു കെ നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, MLA. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിക്കുക. അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടി കരുണാകരൻ ചെയ്തൊരു പണിയാണത്. അല്ലാണ്ട് പത്തനംതിട്ടയിൽ അഡ്മിനിസ്ട്രേഷൻ ശരിയാക്കുക എന്നുള്ളതായിരുന്നില്ല എൻ്റെ യഥാർത്ഥ ലക്ഷ്യം. പിന്നെ ഇപ്പം മലപ്പുറം തിരുവനന്തപുരം ജില്ല വിഭജിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ ജില്ല വരണം, തിരുവനന്തപുരത്ത് പുതിയ ജില്ല വരണം. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്ന പോലും സർക്കാർ ആ ഡിസിഷൻ എടുക്കുക അഡ്മിനിസ്ട്രേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയല്ല. അത് ചെയ്യുന്ന ആ സർക്കാരിനോട് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു പ്രതിപത്തി ഉണ്ടാവും. ആ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ്. ആന്ധ്ര വിഭജനമൊക്കെ അങ്ങനെയാണല്ലോ. എല്ലാം അങ്ങനെയാണ്. ആന്ധ്രയും തെലങ്കാന വിഭജിച്ചത് അങ്ങനെയാണ്. മലപ്പുറം വിഭജിക്കാതിരിക്കുന്നു ഇതേ പ്രശ്നം കൊണ്ടാണ്. മനസ്സിലാവുണ്ടോ? അഡ്മിനിസ്ട്രേഷൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും മലപ്പുറം വിഭജിക്കേണ്ട എന്ന് തീരുമാനം അത് നടക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണ്. അത് രാഷ്ട്രീയ പ്രശ്നമാണ്. അങ്ങനെ വിഭജിച്ചു കഴിഞ്ഞാൽ 2 ജില്ലയായി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം CPM-നായിരിക്കുമോ കോൺഗ്രസിനായിരിക്കുമോ മുസ്ലിം ലീഗിനായിരിക്കുമോ എന്ന കൺഫ്യൂഷനാണ്. അതായത് ഇപ്പോൾ തിരൂർ കേന്ദ്രമാക്കി ഒരു പുതിയ ജില്ല വരികയാണ്. തിരൂർ കേന്ദ്രമാക്കി പുതിയ ജില്ല വന്നാൽ ആ ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾക്ക് കിട്ടുമോ? അതല്ല അത് മുസ്ലിം ലീഗ് കൊണ്ടുപോകുമോ? അതല്ല കോൺഗ്രസിനായിരിക്കുമോ? ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അതിൻ്റെ പിന്തുണ ആർക്ക് കിട്ടും? അങ്ങനെ വിഭജിച്ചു കഴിഞ്ഞാൽ പിന്തുണ ആർക്ക് കിട്ടും? ആ ലക്ഷ്യമാണ്. അപ്പോൾ ഒരു ജില്ല വിഭജിക്കുന്നതും വിഭജിക്കാതിരിക്കുന്നതും രാഷ്ട്രീയ തീരുമാനം വരുന്നതിൻ്റെ പേരിലാണ്. അത് ഭരണപരമായ നേട്ടം ഉണ്ടാവും എന്ന് കരുതി മാത്രമല്ല, രാഷ്ട്രീയ നേട്ടം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. യെസ്, ഓക്കെ. അങ്ങനെ പല മാനങ്ങളുണ്ട് ആ ആവശ്യത്തിന്.